പ്രതികൂലമായ കാലാവസ്ഥയാണ്, മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മണിക്കൂർ നേരമായിട്ട് മഴയാണ്. ഈ പ്രതികൂല കാലാവസ്ഥയെ ഭേദിച്ചുകൊണ്ടാണ് ഇത്രയും ആൾക്കാരോട് വന്നിട്ടുള്ളത്. അത് അൻവറിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയാൻ വയ്യ. ഇത് ആദ്യത്തെ സമ്മേളനമാണ്, അവസാനത്തതല്ല. അൻവർ പറഞ്ഞിട്ടുള്ളത് ഇതിന് സമാനമായി 14 ജില്ലകളിൽ ഇപ്പോൾ ഒന്നാം സമ്മേളനം, ഇനി ബാക്കിയുള്ള 13 ജില്ലകളിലും സമ്മേളനങ്ങൾ സമാനമായി സംഘടിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എത്രത്തോളം ആൾക്കൂട്ടമുണ്ട്, ഈ ആൾക്കൂട്ടത്തിനനുസരിച്ച് ഇവിടുത്തെ ആവേശത്തിനനുസരിച്ചായിരിക്കും മറ്റ് 13 ജില്ലകളിലും വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ അൻവറിന് ഊർജ്ജം ലഭിക്കുക. ഏതായാലും നല്ല മഴയായിരുന്നു. അൻവർ പറഞ്ഞ പോലെ തന്നെ പലയിടത്തും വണ്ടികൾ ബ്ലോക്ക് ചെയ്യുന്നത് മാത്രമായിരിക്കില്ല, ഈ കനത്ത മഴയും ഒരുപക്ഷെ അൻവർ പ്രതീക്ഷിച്ചൊരു ആൾക്കൂട്ടം ഇല്ലാതിരിക്കാൻ കാരണമായിട്ടുണ്ടാവാം. ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ അൻവറിന് നല്ല ആളുണ്ട്, പ്രതീക്ഷയിലേറെ ആളുണ്ട്, ഉള്ള ആളുണ്ട്. ഇനി മഴ കൊണ്ട് അല്ലെങ്കിൽ 2 വീലറിൽ ഒരുപാട് ആൾ വരും. മഴ ആളുണ്ടാവും, മഴ ചൂട് കഴിഞ്ഞാൽ ഡബിൾ ആളുണ്ടാവും. ആൾക്കൂട്ടം ഉണ്ടോ? ആളല്ലേ ഉള്ളൂ, ആള് വരുന്നല്ലേ ഉള്ളൂ. മഴ ആയിട്ടല്ലേ ഞങ്ങൾ വരുന്നുള്ളൂ. വരും മഴ ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമില്ല. ഇങ്ങോട്ട് വന്നതേ മഴ ഒന്നും ഒരു പ്രശ്നമല്ല. ആൾക്കാർ അങ്ങോട്ടൊക്കെ ഷൂട്ട് ചെയ്യും, അപ്പോഴേ ജനങ്ങളെ കാണുള്ളൂ. നിങ്ങൾ ഇവിടെ റോഡിലിട്ട് കാര്യമല്ല. അവിടെ 4 ക്യാമറ അതന്നെ 4 ക്യാമറയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടമുണ്ട് എന്നുള്ളൊരു അവകാശവാദമുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 10,000 ആൾക്കാർ വന്നാലും 1 ലക്ഷത്തിൻ്റെ മേനി ഉണ്ടാകുന്ന വലിയൊരു സദസ്സാണ്. ഒരു പന്തലിട്ടിട്ടുണ്ട്. ആ പന്തലിനകത്തുള്ള ആൾക്കൂട്ടത്തിന് ആ കസേരകൾ നിറയുന്ന രീതിയിലേക്ക് ആൾക്കൂട്ടം എത്തിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായും പ്രതികൂല കാലാവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ടല്ലോ, മഴ പെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. നിരവധി ആളുകൾ ബ്ലോക്കിലൊക്കെ തന്നെ പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് ഇവിടെ എത്തിയ ആളുകൾ നമ്മളോട് പറയുന്നത്. പുറത്തിട്ട കസേരകളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. മഴയായതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ടേക്ക് എത്താത്തത്. എന്തായാലും അൻവർ ഇങ്ങോട്ടേക്ക് എത്തുന്നതോടുകൂടി കൂടുതൽ ജനപ്രവാഹം ഉണ്ടാവും. ചന്തക്കുന്നിൽ അങ്ങനത്തെ കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അൻവർ ജാംജു സൂപ്പർ മാർക്കറ്റിൻ്റെ മുൻപിലിറങ്ങി നടന്നു വന്ന സമയത്ത് അൻവറിന് പിന്നാലെ 200-ലധികം പ്രവർത്തകരുണ്ടായിരുന്നു. അൻവറിന് അർപ്പുവിളി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമാനമായ രീതിയിലുള്ള കാഴ്ച ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. അൻവർ വേദിയിലേക്ക് കയറുന്നതോടുകൂടി ഒരു ജനത്തിലേക്ക് ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അൻവറിൻ്റെ ഈ പരിപാടി കൃത്യമായ സൂചന ഇവിടെയുള്ള മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. ആ പങ്കാളിത്തം ഇപ്പോൾ അൻവറിന് കൃത്യമായി ഉറപ്പുവരുത്താൻ സാധിച്ചു എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് കേവലമായ ആൾക്കൂട്ടമല്ല. ഇതിൽ ആരോട് ചോദിച്ചാലും ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾക്കാർ ഈ പന്തലിനകത്ത് പോയാലും ആളുകൾ രാഷ്ട്രീയം പറയുന്നുണ്ട്. അൻവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേവലം ഒരു ഫാൻസ് ബേസ് മാത്രമല്ല, രാഷ്ട്രീയമായ പിന്തുണയുള്ള രാഷ്ട്രീയമായ ഒരു ആൾക്കൂട്ടമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഉറപ്പാണ്. ഈ തുടർഭരണം ഇടതുമുന്നണിക്ക് ലഭിച്ചതിന് ശേഷം ഉണ്ടായ ഒരു അസ്വാരസ്യം പലയിടങ്ങളിലുണ്ടായിരുന്നു. ഇടതുമുന്നണി പ്രവർത്തകർക്കുണ്ടായിരുന്നു, CPM പ്രവർത്തകർക്കുണ്ടായിരുന്നു, പൊതുജനങ്ങൾക്കുണ്ടായിരുന്നു. അവർ രഹസ്യമായോ അവരുടെ സ്വകാര്യ ഇടങ്ങളിലോ ചോദിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് അൻവർ ഉറക്കി ചോദിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഗോസിപ്പുകളായി പലയിടങ്ങളിലും മുഴങ്ങിക്കേട്ടിരുന്ന കാര്യങ്ങൾ അൻവർ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പരസ്യമായി ചോദിച്ചു. അതേ ഉള്ളൂ വ്യത്യാസം. സ്വാഭാവികമായും അതിന് കിട്ടുന്നൊരു പിന്തുണ അവർ ചോദിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന, അവർക്ക് പരസ്യമായി ചോദിക്കുന്നതിന് എന്തൊക്കെയോ പരിധികളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്ന ഇടത്ത് ആ പരിധികൾ ലംഘിച്ചുകൊണ്ട്, ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നുകൊണ്ട് അൻവർ ഉറക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ചു എന്ന ആളുകൾ അൻവറിന് പിന്നിൽ വരുന്നു. സ്വാഭാവികമായും നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പ്രതികരിച്ച പല ആളുകളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടിയില്ല എന്നുള്ളതാണ്. അൻവറിൻ്റെ ആരോപണങ്ങളെ CPM, സർക്കാർ, മുഖ്യമന്ത്രിയൊക്കെ പുച്ഛിച്ച് തള്ളുമ്പോൾ അതിന് മറുപടി നൽകുന്നത് അതിൻ്റെ ഒരു കോർ ഇഷ്യൂ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ആ ചോദ്യങ്ങളുടെ കൃത്യമായ മറുപടി, അൻവർ ഉന്നയിച്ച ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള മറുപടി എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യം അതിപ്പോഴും മുഴങ്ങി കേൾക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഒരു മുഴക്കം തന്നെയാണ് ഇവിടെയും കേൾക്കുന്നത്. പ്രതികരിച്ച ആളുകളൊക്കെ ഇടതുപക്ഷത്തിന് പുറത്തേക്ക് പോകുമ്പോഴും അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം അൻവർ ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ നേരത്തേക്ക് പറഞ്ഞത് മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി കാണുന്നു. ഇടതുപക്ഷത്ത് തനിക്ക് കൃത്യമായൊരു ഇടമുണ്ടാകുമെന്ന് അൻവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ചില വിഷയങ്ങൾ, ചില കാതലായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ ആ വിധത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ഇടതുമുന്നണി നേതൃത്വം, പാർട്ടി നേതൃത്വം, സർക്കാർ, മുഖ്യമന്ത്രി തയ്യാറായില്ല. അപ്പോൾ അൻവർ തിരിച്ചറിയുന്നു ഇടതുമുന്നണിയിൽ എനിക്കിനി ഇടമില്ല എന്ന് അൻവർ തിരിച്ചറിയുമ്പോഴാണ് ആ ഇടം വിട്ട് പുറത്തേക്ക് വരുന്നതും സ്വാഭാവികമായും മറ്റുള്ള ആളുകൾ ഒപ്പം ഒരു ഒഴുക്കായി അദ്ദേഹത്തിനോടൊപ്പം ചേരുന്നത്. നമുക്ക് പിന്നിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ അൻവറിന് മുന്നിൽ ഉറച്ചു നിൽക്കുന്നവരാണല്ലേ? തീർച്ചയായിട്ടും 100%. മക്കളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കൂടുന്ന ആൾക്കൂട്ടത്തിൽ ചെറുപ്പക്കാരില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഇതുവരെ മുഖ്യമന്ത്രി ഇപ്പോഴും സ്റ്റാനായിക്കാണ് പറഞ്ഞിട്ടില്ല, ഞാൻ അത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അൻവറിന്റെ കൂടെ. നേരത്തെ അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് കൂടെയുള്ളവരാണോ അല്ല ഇപ്പോൾ ആയതാണ്? രാഷ്ട്രീയ പാർട്ടിക്ക് നേരത്തെ ഏത് പാർട്ടിക്കായിരുന്നു? നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കും. അതെ, ഞാൻ ഇവിടെ അടുത്ത് തന്നെ മഞ്ചേരിക്ക് അടുത്ത് കിടങ്ങഴിയായിരുന്നു. ഇനിയിപ്പോ ഈ ആൾക്കൂട്ടം മുഴുവൻ അൻവറിനൊപ്പം ആയിരിക്കും. അൻവർ ഒരു പാർട്ടി പ്രഖ്യാപിച്ചാൽ അതിന്റെ ഒരു പ്രവർത്തകനായിട്ടൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഞങ്ങൾ കേരളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മനാഫും അർജുനും എങ്ങനെയാണോ അതാണ് ഞങ്ങളെ കേരളം. ഞങ്ങൾ സ്വപ്നം കാണുന്ന കേരളം അത് തന്നെയാണ്.
ആ മതസൗഹാർദ്ദത്തെ തകർക്കാൻ കേരളത്തിൽ ഒരു ശക്തി വിചാരിച്ചാലും നടക്കൂല. അതിന് തക്കതായി ഇപ്പോൾ നിൽക്കുന്ന ഒരാൾ PV അൻവറാണ്. ആ അൻവറിൻ്റെ ഒപ്പം കേരളത്തിലെ യുവാക്കൾ മുഴുവൻ രംഗത്തുണ്ടാവും. എങ്ങനെ സ്വാഭാവികമായിട്ടും ഇതൊരു ആവേശം തന്നെയാണ്. ഈ മഴയത്തും എന്താ പറയാ, ഈ മഴയത്തും തണുത്തു പോകാത്ത ആവേശം ആളിക്കത്തുന്നുണ്ടല്ലേ? അൻവറിന്റെ പോരാട്ട വീര്യം എത്രത്തോളമാണോ അത് ഇതുപോലെ മഴ പെയ്താലും പോവില്ല എന്നുള്ളതാണ് ഇവർ കാണിക്കുന്നത്. അൻവറിന് ഒരു മുദ്രാവാക്യം അല്ലേ? അൻവർ വരാൻ കാത്തിരിക്കുന്നവരാണത്. തീർച്ചയായിട്ടും അൻവറിന്റെ പാർട്ടി എങ്ങനെയായിരിക്കും പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ധാരണ ഉണ്ടാവും? ഒരു സംശയവും ഇല്ല. ഞങ്ങളൊക്കെ വളരെയധികം കേരളത്തിലെ യുവാക്കളൊക്കെ വളരെയധികം ആവേശത്തിലാണ്, വളരെയധികം ചിന്തിക്കുന്ന യുവാക്കളാണ്. അത് ഇപ്പം ഭരിക്കുന്ന കേരളത്തിലെ ഭരണകർത്താക്കൾ അറിഞ്ഞാൽ അവർക്ക് നന്നാവും. കാരണം എന്തുകൊണ്ടും നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റിനെയും പോലെയല്ല, പ്രത്യേകിച്ച് ഇവിടുത്തെ യുവാക്കൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് എന്തിന് ഞാൻ ചെയ്യുന്നു എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന യുവാക്കളും ജനക്കൂട്ടമൊക്കെ ഒന്നുമില്ല, കേരളത്തിൻ്റെ നാളത്തെ ജനങ്ങൾക്ക് താമസിക്കണം ഇവിടെ. നല്ലൊരു മതസൗഹാർദ്ദത്തോടു കൂടി ജനങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാവണം. അതിന് മുന്നോട്ടിറങ്ങിയ PV അൻവറിന് നമ്മളെ ജീവൻ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ PV അൻവറിൻ്റെ ഈ ഇപ്പോഴത്തെ ആശയത്തെ കേരളത്തിൽ നിലനിർത്താൻ നമ്മൾ 100% നേരത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു? ഞാനങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയമൊക്കെ ഉണ്ട്. നമ്മൾ ഇലക്ഷൻ്റെ സമയത്ത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കേരളത്തിലെ യുവാക്കളും കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ ഇലക്ഷനും എന്താണോ അവർക്ക് മനസ്സിൽ അവർ പക്വമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു കേരളത്തിൽ. ഒരു 100% ജനങ്ങളെ നമ്മളെടുത്താൽ അതിലൊരു 50-55% ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന വോട്ടുകളായിരുന്നു. ആ വോട്ടുകൾ ഏകീകരിച്ച് PV അൻവർ പറയുന്ന കാര്യത്തിൻ്റെ ഒപ്പം നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മതസൗഹാർദ്ദത്തോട് നാളത്തെ നമ്മളെ മക്കൾക്ക് ജീവിക്കാൻ ഇവിടെ നല്ലൊരു സ്ഥലം കാണണം എന്നുള്ളൊരു അർത്ഥത്തോടുകൂടി നമ്മൾ PV അൻവറിൻ്റെ ഒപ്പം ഉണ്ടാവുമെന്നാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായി വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാക്കുക എന്നുള്ളത് ആർക്കും സാധിക്കുന്നതാണ്. പക്ഷേ ഈ ആൾക്കൂട്ടത്തെ അവർ രാഷ്ട്രീയം പറയുന്ന ആൾക്കൂട്ടമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട